ഞാൻ ഈ സീറ്റിലൊന്നും ചിലപ്പോൾ ഇരിക്കേണ്ട ഒരാളല്ല. മരണപ്പെട്ടു പോകേണ്ട ഒരാളാണ്. ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. ബട്ട് ഐ ഓവർകം. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കും എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നത്. അപ്പം അമ്മയാണ് കണ്ടെത്തുന്നത്. അപ്പം നമ്മളല്ല കമ്മിങ് ഔട്ട് ചെയ്യുന്നത്. നമ്മളെ നമ്മുടെ ചുറ്റുപാടിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ഇതാണെന്ന് നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്ന മറ്റുള്ളവരാ. നിനക്ക് എന്തോ വ്യത്യസ്തതയുണ്ടല്ലോ എന്നുള്ളത്. എൻ്റെ ശരീരം ഒരു സെക്ഷൽ അബ്യൂസിന് പറ്റിയൊരു ശരീരമല്ല. ഹിജഡ എന്നൊരു വാക്കിനെ എപ്പോഴും അബ്യൂസീവ് വേർഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൾച്ചർ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. എൻ്റെ ഗുരു പറഞ്ഞിട്ടില്ല സെക്സ് വർക്ക് ചെയ്യാൻ പോകണമെന്നോ ബെഗ് ചെയ്യാൻ പോകണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്ന് തന്നെയാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. ഗ്ലോബലി അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വക ഒരു പുതിയ പദം നിങ്ങൾ കൊണ്ടുവരുന്നത്? പൂർണ്ണമായിട്ട് ഒരു സ്ത്രീയായിട്ട് നിങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് ശരിക്കും എന്താണ് സ്ത്രീ ജീവിതം എന്ന് അറിയില്ലായിരിക്കും. അവരതൊക്കെ അറിയാതെ ആയിരിക്കും ശരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഞാൻ പരിപൂർണയല്ല എന്ന് നിങ്ങൾ പറയാണ്, ശരി, അതിനെന്താ പ്രശ്നം? എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ പറഞ്ഞാല് അപൂർണരാണ്. നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു വഴി ഒരുക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ സെക്സ് വർക്കിലേക്ക് പോകുന്നത്? സെക്സ് വർക്ക് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. സെക്സ് വർക്ക് ഒരിക്കലും മോശമാണ് എന്നല്ല പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം മാറി മാറി ഭരിച്ച സർക്കാരുണ്ടായിട്ടും മുംബൈയിലെ റെസ്ട്രീറ്റ് റിനോവേറ്റ് ചെയ്യുന്നത്? അവർക്ക് ഒറ്റ നിമിഷം മതി അത് ഒഴിപ്പിച്ചെടുക്കാൻ. സെക്സ് പാർട്ട്ണറായിട്ടൊരാളെ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആർക്കാ പ്രശ്നം? അത് മെയിലോ ഫീമെയിലോ ട്രാൻസ് ആരായിക്കോട്ടെ. ഇന്ന് നമ്മളുടെ ഒപ്പം ഉള്ളത് ശീതൽ ശ്യാമാണ്. ഹായ് ശീതൽ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ശീതൽ എന്ന് ഇന്ന് നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, ഒരു ട്രാൻസ്ജെൻഡർ പ്രൗഡായിട്ടാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു വളരെ വിഷമിപ്പിക്കുന്ന ഒരു ഭൂതകാലം ശീതളിന് ഉണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് ഇന്നിപ്പം ഒരു പ്രൗഡായിട്ട് വലിയൊരു രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ശീതളിന് എന്താ തോന്നുന്നത്? നമുക്ക് ഓരോ കാലഘട്ടം ഉണ്ട്. അപ്പം അതിനെയൊക്കെ അതിജീവിച്ചേ പറ്റൂ. അപ്പം ഞാൻ അങ്ങനെ അതിജീവിച്ച് വന്ന ഒരാളാണ്. പിന്നെന്ന് വെച്ചാൽ മറ്റ് ആളുകളെ നോക്കുമ്പോഴും എന്നെ നോക്കുമ്പോഴും എനിക്ക് കുറച്ചുകൂടിയും എന്താ പറയുക, പല സാധ്യതകൾ എടുക്കാൻ പറ്റി. അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് ഒത്തിരി മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി മനുഷ്യരുടെ സഹായത്തോടു കൂടി ജീവിക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. പിന്നെ ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചിരുന്നിടത്തുനിന്ന് ജീവിക്കണം, ജീവിച്ചിരിക്കുന്നു, ജീവിച്ചു പോകുന്നു എന്നൊക്കെ ഉള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ സീറ്റിലൊന്നും ചിലപ്പോൾ ഇരിക്കേണ്ട ഒരാളല്ല. മരണപ്പെട്ടു പോകേണ്ട ഒരാളാണ്. ഇപ്പം ട്രാൻസ് ലൈഫിനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്യൂർ ലൈഫ്സിനെയൊക്കെ എടുക്കുമ്പോൾ പലരും ജീവിക്കാൻ ബുദ്ധിമുട്ടി മരണപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ഇല്ലാതാക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്നും അത് ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സമയം വേല പോകുന്നതിൽ ഐ എം സോ ഹാപ്പി, ഐ എം സോ പ്രൗഡ്. ഇത് കം ഔട്ട് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ എന്തായിരുന്നു ഒരു റെസ്പോൺസ്? അതിപ്പോൾ എല്ലാ ക്യൂർ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും കമ്മിങ് ഔട്ട് പ്രോസസ്സ്. അപ്പോൾ കമ്മിങ് ഔട്ട് പ്രോസസ്സ് വളരെ ഈസി ആയിട്ടാണ് ഇവൻ സിസ്ജെൻഡർ ആളുകൾക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് അവർക്ക് തുറന്ന് പറഞ്ഞുകൂടാ, എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ നോക്കിയാൽ അറിയാം. സോഷ്യലി ഉള്ള നമ്മുടെ ഓരോ കൺസർവേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ, അത് പ്രണയമായാലും വിവാഹമായാലും രണ്ടുപേരുടെ ഒത്തുചേരലായാലും കുടുംബം, ഈവൻ സോഷ്യലി ഉള്ള പല വിഷയങ്ങളിലൊക്കെ ഒത്തിരി ബൈനറി ഉണ്ട്. അപ്പോൾ അവിടെ സ്വന്തം ഐഡൻറ്റിറ്റി, ഈവൻ അത് സെക്ഷൽ ഐഡൻറ്റിറ്റി ആയാലും ജെൻഡർ ഐഡൻറ്റിറ്റി ആയാലും ഓറിയൻറ്റേഷൻ അനുസരിച്ച് അവർക്കത് കമ്മിങ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമ്മൾ പുതിയ കാലഘട്ടത്തിലാണ് അത് വളരെ ഈസി ആണല്ലോ എന്ന് പറഞ്ഞാലും എളുപ്പമല്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അത് അറിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ ലൈഫിൽ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ സാഹചര്യങ്ങളോ ടെക്നോളജിയോ ഒന്നുമില്ല. ഇപ്പം എന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാനായിട്ട് എനിക്കൊരു സാധ്യതയുമില്ല.
എന്നെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാഠപുസ്തകങ്ങളോ എന്നെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയോ എൻ്റെ മാതാപിതാക്കൾക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് സെൻസോ ഒന്നുമില്ല. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. ബട്ട് ഐ ഓവർകം. അത് ഇപ്പം എൻ്റെ മാതാപിതാക്കളിൽ എൻ്റെ ഫാദർ വളരെ ആൽക്കഹോളിക് ആയിരുന്നു. വെരി മാസ്കുലിൻ പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ മാസ്കുലിനിറ്റി എപ്പോഴും അദ്ദേഹം പെർഫോം ചെയ്യായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കും എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നത്. അപ്പം അമ്മയാണ് കണ്ടെത്തുന്നത്. അപ്പം നമ്മളല്ല കമ്മിങ് ഔട്ട് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ഇതാണെന്ന് നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്നത് മറ്റുള്ളവരാ. നിനക്ക് എന്തോ വ്യത്യസ്തതയുണ്ടല്ലോ എന്നുള്ളത് ആളുകളാണ് ചോദിക്കുന്നത്, ഞാനല്ല ചോദിക്കുന്നത്. അതെൻ്റെ സ്കൂൾ ടീച്ചർ ആയാലും ക്ലാസ്മേറ്റ്സ് ആയാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. വൈവിധ്യം എന്നല്ല പറയുന്നത്, വ്യത്യസ്തതയുണ്ടെന്നല്ല പറയുന്നത്, പ്രശ്നമുണ്ട്. അത് ഭ്രാന്താണോ അല്ലെങ്കിൽ അസുഖമാണോ, അത് ഡയഗ്നോസ് ചെയ്യണോ, ക്യൂറബിൾ ആക്കണോ എന്നുള്ളൊരു പ്രോസസ്സിൽ നിന്നാണ് നമ്മളിത് ഞാനാണ് എന്ന് കമ്മിങ് ഔട്ട് ചെയ്യുന്നത്. അപ്പം അതൊരു ഭീകരമായിട്ടുള്ള പ്രോസസ്സാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എഡ്യൂക്കേഷൻ നിർത്തി മറ്റൊരു സ്റ്റേറ്റിൽ പോയി സർവൈവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാട് വിട്ടു പോവുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ച എന്തെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ നാട് വിട്ടു പോയില്ല, ഒരു ഇൻസിഡൻ്റ് ആണ് അത്. ഇപ്പോൾ എനിക്ക് 9th സ്റ്റാൻഡേർഡ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. അത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല, എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണെന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ് എനിക്കത്. ഞാൻ പല സ്ഥലങ്ങളിലും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസൊക്കെ ഈവൻ എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ എന്നോട് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അതിന് ഇപ്പം പലരും ഇത് പറയുമ്പോൾ അതെന്താ സ്കൂളിൽ സാധാരണ അല്ലേ എന്നുള്ളത്. പക്ഷേ എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴാണ് സെക്ഷൽ അബ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സെക്ഷൽ അബ്യൂസ് പലപ്പോഴും വളരെ ഈസി ആയിട്ടാണ് പലർക്കും തോന്നുന്നത്. പക്ഷേ എൻ്റെ ശരീരം ഒരു സെക്ഷൽ അബ്യൂസിന് പറ്റിയൊരു ശരീരമല്ല. അപ്പം അന്ന് മുതിർന്ന പുരുഷന്മാർ, മെയിലായിട്ടുള്ള ആളുകൾ, അവർ ഓറൽ സെക്സ്, ആനൽ സെക്സ് ഒക്കെ ചെയ്യാനാണ് നമ്മളെ പരിശ്രമിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ശരീരം അത്ര അതിന് പറ്റുന്നൊരു ശരീരമല്ല, അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പം ഇത് കൂടിക്കൂടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സ്കൂൾ എപ്പോഴും എനിക്കൊരു മോശം സ്ഥലമായിരുന്നു, പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എൻ്റെ പല സോഷ്യലായിട്ടുള്ള പള്ളി, ചർച്ച്, പൊതു സ്ഥലങ്ങളൊക്കെ എനിക്ക് പേടിയായിരുന്നു. പിന്നീട് 9ാം ക്ലാസ്സിൽ പഠനം നിർത്തി ജോലിക്ക് വിടുന്നു. ഈ ജോലി സ്ഥലങ്ങളിൽ ചെന്നപ്പോഴും സെയിം സിറ്റുവേഷനാണ്. അപ്പം എൻ്റെ പപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ ഞാൻ ജോലിക്ക് നിന്നു. അപ്പോൾ അവിടെ ഒരു ഗോൾഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ അവിടെ ഒത്തിരി ബോയ്സ് ഉണ്ട്. അപ്പോൾ ഇവർ ഒത്തിരി കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് കൂടിക്കൂടി വന്നു, എനിക്ക് നേരെയുള്ള പ്രശ്നം. അപ്പം ഞാനിത് വീട്ടിലറിയിച്ചപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞത്, ഇത് വീട്ടിലറിയിച്ചില്ല, എനിക്ക് ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചത്. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല, കാരണം ഓൾറെഡി എനിക്കെതിരെ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത്, നിനക്ക് പെണ്ണുങ്ങളുടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ ഹോട്ടലിൽ എന്തെങ്കിലും പത്രം കഴുകാൻ വിടാം എന്നൊക്കെയുള്ള ഒരു പ്രശ്നമാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ ജോലിക്ക് പോയി. അതൊരു കാസ്റ്റിംഗ് കമ്പനി ആയിരുന്നു. അവിടെ പോയപ്പോൾ 2 സ്ത്രീകളുണ്ടായിരുന്നു. അവർ എനിക്ക് കമ്പ്യൂട്ടർ ബേസിക്കൊക്കെ പഠിപ്പിച്ചു തന്നു. പിന്നെ അവിടെ ബോയ്സ് ഉണ്ടായിരുന്നു, തമിഴായിരുന്നു അവർ. അപ്പോൾ അവരുടെ അടുത്ത് തമിഴ് ഞാൻ പഠിച്ചു. ഇവർ അക്കൗണ്ട്സ് ആയിരുന്നു, ഗേൾസ്. അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നിടത്ത് എനിക്ക് അക്കൗണ്ട്സ്, ബാങ്ക്, ഇതുമായിട്ടുള്ള കാര്യങ്ങൾ, കസ്റ്റമർ എങ്ങനെ ഡീൽ ചെയ്യണം, ഇതൊക്കെ കുറച്ച് ഞാൻ അവിടെ നിന്ന് പഠിച്ചു. ഞാൻ തമിഴ് നന്നായി സംസാരിച്ചു തുടങ്ങി. ഇവൻ കമ്പ്യൂട്ടറും ഞാൻ ചെയ്തു തുടങ്ങി. അപ്പം എൻ്റെ ഈ ഓണർ പറഞ്ഞു, ബാംഗ്ലൂർ പുതിയ ഷോറൂം തുടങ്ങുന്നുണ്ട്, അവിടെ കൊണ്ടുപോകണം, അവിടെ പോകണം, നീ മാത്രമായിരിക്കും അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പപ്പയ്ക്ക് വാക്ക് കൊടുത്തു ഈ ഓണർ, അവിടെ പോയിട്ട് ആണായിട്ടാണ് തിരിച്ചു വരുള്ളൂ, എക്സിക്യൂട്ടീവ് ലുക്കുള്ള ജോലിക്കാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്
ഞാനവിടെ പോയി കുറച്ച് നാളൊക്കെ എനിക്ക് വേണ്ടി ഒരു ഓഫീസ് റൂമും എനിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് റൂമൊക്കെ അവിടെ തന്നു. ഞാനവിടെ താമസിച്ചു. ബാംഗ്ലൂർ ഒരു പുതിയ സ്ഥലം. ഐ തിങ്ക് ഞാൻ 2000-ലാണ് പോകുന്നത്, 2000-ൽ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇറങ്ങുന്ന സ്ഥലം കലാശിപ്പാളയം, രജനീകാന്തിൻ്റെ ജന്മസ്ഥലം. അപ്പോൾ എനിക്ക് പുതിയ സ്ഥലമാണ്. എനിക്ക് കന്നഡ അറിയില്ല, ബട്ട് ഐ നോ തമിഴ്. അപ്പം ഞാൻ തമിഴ് കുറച്ചൊക്കെ അവിടെ തമിഴിൽ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ അവിടെ ഒരു മലയാളി ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ കടയിൽ പോകും, സംസാരിക്കും. പിന്നെ എനിക്ക് ആരും ഫ്രണ്ട്സൊന്നുമില്ല. ഞാൻ രാവിലെ ഫ്രഷൊക്കെ ആയി ഒരു നല്ല ലുക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എന്താ പറയുക, ഭയങ്കര ഒരു ആണത്തിൻ്റെ ടൈയൊക്കെ കെട്ടി ഞാൻ പോകുന്നത് കസ്റ്റമറെ ഡീൽ ചെയ്യാനാണ്. പക്ഷേ ഞാനവിടെ പോകുന്നത് ഭയങ്കര എന്താ പറയുക, ഒരു മസ്കുലിനായിട്ടുള്ള പ്രകടനം ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. പോകെ പോകെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. ബട്ട് ഞാൻ ആ മലയാളി കടയിലെ ചേട്ടനായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ നിങ്ങളെപ്പോലെ കുറേ പേരുണ്ട്. ഞാൻ അവരെ മീറ്റ് ചെയ്യാനായിട്ട് കലാശിപ്പാളയത്ത് തന്നെ ഒരു മാർക്കറ്റ്, സിറ്റി മാർക്കറ്റിൻ്റെ ബ്രിഡ്ജിൻ്റെ ഇടയിൽ അവർ ഒത്തിരി പേരുണ്ട്. അതിൽ ട്രാൻസ് ഉണ്ട്, ക്യൂറും ഉണ്ട്, ഗേ ഉണ്ട്, ലെസ്ബിയൻ ഉണ്ട്, ഫീമെയിൽ സെക്സ് വർക്കേഴ്സ് ഉണ്ട്. അവരൊക്കെ കണ്ടു. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത്, ഓ, അവരൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാ, അവർ നന്നായി ചിരിക്കുന്നു, അവർ നല്ല വസ്ത്രം ധരിക്കുന്നു, അവരവിടെയുള്ള ആളുകളായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സായി. പിന്നെ ഞാൻ അവരായിട്ട് ജോയിൻ ചെയ്യുന്നു. പിന്നെ ഞാൻ NGOs ആയിട്ടും CBOs ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുന്നു. അങ്ങനെയാണ് സംഗമ പരിചയപ്പെടുന്നത്. ദെൻ സംഗമ പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ എനിക്ക് എൻ്റെ ഈ ജോലി ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഞാൻ ചെന്നെത്തി, അവിടെയുള്ള ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ആ ഒരു വൾണറബിലിറ്റിനെ കുറിച്ച് മനസ്സിലാവുന്നത്. ദെൻ ഐ ആം വിസിബിൾ. എനിക്ക് പിന്നെയാണ് ഞാനൊരു കമ്മിങ് ഔട്ട് ശരിക്കും അവിടെയാണ് ചെയ്യുന്നത്. ഞാൻ ഉറക്കെ ചിരിക്കുന്നത്, എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത്, ഹൗ ടു പെർഫോം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണം. എൻ്റെ പേടി, എനിക്ക് ഉണ്ടായിരുന്ന പേടി, അത് ഞാൻ ഒഴിവാക്കുന്നു. അത് ആ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു ലൈഫിലേക്ക് എത്തി. ഞാൻ പബ്ബിൽ പോകുന്നു, ഞാൻ MG റോഡും കമേഴ്ഷ്യൽ സ്ട്രീറ്റും മെജസ്റ്റിക്കൊക്കെ ഇങ്ങനെ ഉലാത്തുന്നു. ദെൻ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവുന്നു. അപ്പം അന്നൊക്കെ പബ്ബ് അവിടെ ലാവിഷാണ്. അന്ന് ഒത്തിരി പബ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വീക്കെൻഡ് എപ്പോഴും പബ്ബിൽ പോവും, ഡാൻസ് ചെയ്യും. എനിക്ക് ഒത്തിരി ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. ക്യൂർ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ഫ്രണ്ട്സായി. ദെൻ എന്താ പറയുക, അതൊരു വേറെ ലൈഫായിരുന്നു. അപ്പോഴാണ് എന്താ പറയുക, ഞാൻ ഏറ്റവും മോശപ്പെട്ട സ്ഥലത്താണ് ജനിച്ചത്, എനിക്ക് വളരേണ്ടി വന്നത്. ബട്ട് ഇവിടെ ഞാൻ എൻ്റെ ലൈഫിനെ കണ്ടെത്തുന്നു. കാരണം ഞാനത് പറയാൻ കാരണം, ഇപ്പം കേരളത്തെ നമ്മൾ പറയും ലിറ്ററസിയിൽ നമ്മൾ ഭയങ്കര ഹൈ ആണ്, എഡ്യൂക്കേഷനലി നമ്മൾ ഭയങ്കര ഹൈ ആണ്, ഈവൻ നമ്മുടെ കൾച്ചർ. പക്ഷെ നമുക്ക് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതുവരെ ഒരു മോശപ്പെട്ട വാക്കോ കളിയാക്കലുകൾ അനുഭവിക്കാത്തൊരു സ്ഥലമാണ് ബാംഗ്ലൂർ, അതും 2000-ൽ. ആ നാട്ടിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഇപ്പം സ്ത്രീകളൊക്കെ റോഡിൽ കൂടെ യാത്ര ചെയ്യുകയോ, അവർ ഷോർട്ട്സോ സ്ലീവ്ലെസ്സോ എന്ത് വേണേലും ഇട്ടോട്ടെ, ആരും അവിടെ മൈൻഡ് ചെയ്യൊന്നുമില്ല. അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ് അവിടെ. അവിടെ അങ്ങനെ മൈൻഡ് ചെയ്യാനായിട്ട് ആരുമില്ല. അഥവാ മൈൻഡ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും മലയാളി ആയിരിക്കും പുതിയ വന്നവർ. അല്ലാതെ അവിടെയുള്ള ആരും അങ്ങനെ അവർക്കത് അവരെ മറ്റുള്ള ആളുകളുടെ ലൈഫിൽ ഇടപെടുത്തില്ല, സമയമില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് മോശപ്പെട്ട ഒരു വാക്കുകളോ ചീത്ത വിളികളോ ഒന്നും അവിടെ കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെയാണ് എനിക്കത് അനുഭവിക്കേണ്ടി വന്നത്. അപ്പം നമ്മൾ ആ സ്ഥലത്ത്, അത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, പക്ഷെ അവിടെ ഭക്തിപരമായിട്ടുള്ളൊരു സിറ്റുവേഷനും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ലൈഫിൻ്റെ വേറൊരു സോഷ്യൽ ചേഞ്ച്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ വലിയൊരു സാമൂഹികമായിട്ടുള്ള മാറ്റമാണ് ശരിക്കും ഒരു നഗരം എനിക്ക് തന്നത്. അപ്പം അത് ഞാൻ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് പോയതെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ദെൻ ഞാൻ വീണ്ടും കേരളത്തിലേക്ക് വരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നു. വീണ്ടും ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോകും. അതൊരു മൈഗ്രേഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ മറ്റ് സ്റ്റേറ്റുകളിൽ ഇങ്ങനെ ഒരു ഭക്തിപരമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹിജ്റ കൾച്ചർ
മറ്റ് സ്റ്റേറ്റുകളിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അത് വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഹിജ്റ കൾച്ചറിനെ കുറിച്ച് കൂടുതലായിട്ട് എന്താ അല്ല, പറയാ? ഒന്ന് ഈ കൾച്ചർ ഡെവലപ്മെന്റ് എല്ലാ സ്റ്റേറ്റിലും ഉണ്ടല്ലോ. അത് ഓരോ രാജ്യത്തും പലതരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള ഡെവലപ്മെന്റും ഉണ്ട്. അപ്പോൾ ഹിജഡ കൾച്ചർ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഹിജഡ എന്നൊരു വാക്കിനെ എപ്പോഴും അബ്യൂസീവ് വേർഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും അത് പേഴ്സിയയിലെ പേർഷ്യൻ ലാംഗ്വേജിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പദമാണത്. അത് ദൈവദൂതർ എന്നാണ് ആ വാക്കിനർത്ഥം. പക്ഷെ അത് നമ്മുടെ ഇവിടെ വളരെ മോശമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും അതൊരു മുഗൾ കൾച്ചർ അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് ഹിജ്റ കൾച്ചർ ഐഡൻറ്റിറ്റി. ദെൻ അത് ഈവൻ നമ്മുടെ ഇന്ത്യയിൽ അത് പല സംസ്ഥാനങ്ങളിൽ വളരെ വിസിബിളായിട്ടുള്ള കൾച്ചർ കമ്മ്യൂണിറ്റിയാണ്. ശരിക്കും നമ്മുടെ ആളുകൾ ഇങ്ങനെ ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ചരിത്രത്തെക്കുറിച്ചൊന്നും പറയൂല, മറന്നു പോവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ചോ മനഃപൂർവ്വം മാറ്റിവെക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? മനഃപൂർവ്വം മാറ്റിവെക്കും. യഥാർത്ഥത്തിൽ ശരിക്കും അതിനൊരു സ്റ്റോറി ഉണ്ട്, അതൊരു ഡീപ്പായിട്ടുള്ള സ്റ്റോറി, അത് ഞാൻ പറയുന്നില്ല. അപ്പം ഈ കൾച്ചർ ഇന്ത്യയിലേക്ക് വരുന്നതാണ്. മുഗൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് ഹിജ്റ കൾച്ചറും വരുന്നു. ഹിജ്റ കൾച്ചർ ഇന്ത്യയിലെ 7 വീടുകളായിട്ട് അത് വിവിധ സ്റ്റേറ്റുകൾ ലൊക്കേറ്റ് ചെയ്യുന്നു. അവർക്ക് പലതരം 7 വീടുകൾക്ക് 7 പേരുകളാണ്. ഇപ്പം നമുക്ക് വീട്ടുപേരുള്ള പോലെ, ഹൗസ് നെയിം ഉള്ള പോലെ തന്നെ ഹിജ്റ കൾച്ചറിനും അങ്ങനെ ഒരു ഹൗസ് നെയിം ഉണ്ട്. പുനെക്കാർ മനെ, ചക്ലത്കാർ മനെ, ബഡാവാലി, ചോട്ടാവാലി, അങ്ങനെ ഹൈദരാബാദ് മനെ, അങ്ങനെ പലതരം വീടുകളായിട്ടാണ് അതിന് ഡിഫറൻസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊരു മുസ്ലിം കൾച്ചർ അല്ല. ഹിജ്റ കൾച്ചർ ഈസ് എ മിക്സ്ഡ് കൾച്ചർ, ഹിന്ദു ഓർ മുസ്ലിം, അങ്ങനെ പലതരം കൾച്ചറുകൾ ഡെവലപ്പ്. പക്ഷെ കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഒരു മുസ്ലിം കൾച്ചറും ഉണ്ട്. ദെൻ ഹിജ്റ കൾച്ചറിനോടൊപ്പം തന്നെയുള്ളത് കിന്നർ കൾച്ചർ. കിന്നർ, നമ്മൾ കിന്നർ എന്താണെന്ന് ചോദിക്കും. കിന്നർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഉപനിഷത്തുകളിൽ പറയുന്ന യക്ഷന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ. യക്ഷന്മാരെ നമുക്കറിയാം, ഗന്ധർവന്മാരെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിന്നരന്മാരാണെന്ന് ചോദിച്ചാൽ വീണ വായിക്കുന്നവർ. ഇപ്പോൾ ദേവലോകത്ത് വീണ വായിച്ചിരുന്ന ആളുകളാണ് കിന്നരർ. കിന്നരൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ അത് രണ്ടും അല്ല. അവർ അങ്ങനെ ഒരു ജെൻഡർ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ആളുകളല്ല. കിന്നറിന് ഒരു പ്രത്യേക ദൈവിക പദവിയുണ്ട്. ഇപ്പം നമ്മൾ അപ്സരസ് ഞാൻ പറയും. അപ്സരസ് ആരാ? ശരിക്കും സ്ത്രീയല്ല, സ്ത്രീയേക്കാൾ സുന്ദരി എന്നാണ് അപ്സരസിനെ പറയുന്നത് നമ്മൾ. അപ്പോൾ അപ്സരസ് ആരായിരിക്കാം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇങ്ങനൊരു ഐഡൻറ്റിറ്റിയും. അപ്പോൾ ഇത് 7 വീടുകളായിട്ട് പല സ്ഥലങ്ങളിലുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു റൂളുണ്ട്, അവരുടേതായിട്ടുള്ളൊരു ടെറിട്ടറി ഉണ്ട്, സാമ്രാജ്യമുണ്ട്, അവരുടേതായിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, അവരുടേതായിട്ടുള്ളൊരു കോർട്ടുണ്ട്, അവരുടേതായിട്ടുള്ളൊരു ജമാഅത്ത് സിസ്റ്റം തന്നെയുണ്ട്. ജമാഅത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മീറ്റിങ്സ്, ഒരു ഇപ്പം നമ്മൾ പാർലമെൻറ്റ്, നിയമസഭ, സഭ എന്നുള്ളതിൻ്റെയാണ് ജമാഅത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ശരിക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. ബട്ട് അത് തമിഴ്നാടിൻ്റെ അതിർത്തി വരെയുള്ളൂ പല സ്ഥലങ്ങൾ. പക്ഷെ കേരളത്തിലേക്ക് അത് വന്നിട്ടില്ല. കാരണം കേരളത്തിലുള്ള പലരും ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഓടിപ്പോയതുകൊണ്ടാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത് വെച്ചാൽ, കേരളത്തെ നമ്മൾ ഇത്രത്തോളം ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പോൾ പോലും മറ്റ് സ്റ്റേറ്റുകളിൽ അവർ ജീവിച്ചിരുന്നു, അവർ നിലനിന്നിരുന്നു, അവർക്ക് നിലനിൽക്കാനുള്ള സാഹചര്യം അവിടുത്തെ മനുഷ്യർ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ട് നമുക്ക് അത് ഉണ്ടായില്ല എന്നുള്ളത്. അപ്പം നമ്മൾ എല്ലാത്തിനെയും ഇഗ്നോർ ചെയ്യുന്നൊരു കൾച്ചർ നമുക്കുണ്ട്, അതിപ്പോഴും ഉണ്ടെന്നാണ്. അതാണ് അപ്പം അവിടെ അത് അവരെ ദൈവമായിട്ടെങ്കിലും കണ്ടിട്ടുണ്ട്. ഇപ്പം ട്രാൻസ് ഗ്ലോബലി ഉപയോഗിക്കുന്ന പേരാണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്നുള്ളത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൽ കൾച്ചർ ഐഡൻറ്റിറ്റി കൂടി ഇൻക്ലൂഡഡ് ആണ്. അത് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പേരുകളാണ്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ കിന്നർ സമുദായം, മിഡിലൊക്കെ ആണെങ്കിൽ അതിനെ മംഗളമുഖി, ജോഗപ്പ, ശിവശക്തി, മർലാടി, അറവാണി, അങ്ങനെ പല. ഇതൊക്കെ ശരിക്കും പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഹിന്ദു മിത്തോളജീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ദെൻ ഈ പറയുന്ന ഹിജ്റ കൾച്ചർ ഒരു മുഗൾ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ശരിക്കും അതിൻ്റെ ഒരു ഇത്. അപ്പോൾ കൾച്ചറിലുള്ളൊരു ഡെവലപ്മെൻറ്റിലൂടെയാണ് ശരിക്കും അവർ നിലനിന്നിരുന്നത്. ദെൻ കുറച്ചുകൂടിയും ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നു. പല സംസ്ഥാനങ്ങൾ അത് മനസ്സിലാക്കുന്നൊരു കാര്യത്തിലേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത്.
കേരളത്തിലെ ആൾക്കാർ ഇപ്പോഴും സംസാരിക്കുന്ന സമയത്ത് കേരളം വളരെ പ്രോഗ്രസീവാണ്, നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റിസർവേഷൻ ഒരുക്കുന്നു, പല പല പദ്ധതികൾ ഒരുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കൾച്ചർ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഹിജ്റ കൾച്ചർ വളരെ മോശമാണ്, അത് കേരളത്തിൽ ഇല്ലാത്തത് ഒരു ഭാഗ്യമാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നത്. അല്ല, ഒന്ന് ഈ ഹിജ്റ കൾച്ചർ മോശമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാനൊക്കെ ആ നാട്ടിലേക്ക് പോകുമ്പോൾ ആ കൾച്ചർ ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ നാട്ടിൽ ജീവിക്കാൻ Survive ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ശരിക്കും പോകുന്നത് ഒരു ഹിജ്റ കൾച്ചറിൽ തന്നെയായിരുന്നു. അപ്പം ആ ഹിജ്റ കൾച്ചറിൽ പോകുന്ന അവിടെയുള്ള ഗുരു ആ സിസ്റ്റത്തോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായി പോകുന്നു. ശരിക്കും ഇപ്പം നമ്മളൊക്കെ ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അല്ലേ. നമ്മുടെ ബയോളജിക്കൽ ഫാമിലി നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചൂസ് ആൻഡ് ഫാമിലീനെ അഡോപ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ചൂസ് ആൻഡ് ഫാമിലി ബെറ്റർ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ പല ട്രാൻസ് വ്യക്തികൾക്ക് അങ്ങനെ ചൂസ് ആൻഡ് ഫാമിലി നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഹിജ്റ കമ്മ്യൂണിറ്റി കൾച്ചർ സിസ്റ്റത്തിൻ്റെ ഇടയിൽ അവരെ ഫാമിലി ആയിട്ട് കണ്ടിട്ടില്ല ആര്, പൊതുസമൂഹം. ഈ സിസ്ജെൻഡർ സമൂഹം അവരൊരു കുടുംബമായിട്ടൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഒരു കുടുംബമായി പിടിച്ചു നിൽക്കാനായിട്ടുള്ളത്. അപ്പം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അതേസമയം ഒത്തിരി പേര് ജീവിച്ചിരുന്നത് ഇത്തരം കൾച്ചർ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ അറിയുമ്പോൾ മാത്രമാണ് നമുക്കതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ അവിടെ ജീവിച്ചിരുന്ന സമയത്ത് എൻ്റെ ഗുരു പറഞ്ഞിട്ടില്ല സെക്സ് വർക്ക് ചെയ്യാൻ പോകണമെന്നോ ബെഗ് ചെയ്യാൻ പോകണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് എനിക്കവിടെ സംഗമയിൽ വർക്ക് ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ബെഗ്ഗിങ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജോലി പാർട്ട് ടൈമാണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ആ സമയത്ത് 3000 ഒക്കെ ഉള്ളൂ സാലറി. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ട്, ഒരു ട്രാൻസ് സുഹൃത്തായിട്ട് കബം പാർക്കിലൂടെ പോകുമ്പോഴാണ് ഒരു കപ്പിൾ വരുന്നത്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു അവരുടെ കുഞ്ഞുണ്ട് കയ്യിൽ, അതിനൊന്ന് അനുഗ്രഹിക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് അനുഗ്രഹിക്കാൻ അറിയില്ല, എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞാൽ മതി, ഇങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെ കാട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ തല വെച്ചിട്ട് കൊച്ചിട്ട് തല വെച്ചിട്ട് ചുമ്മാ ഒരു മന്ത്രമൊക്കെ ചൊല്ലി ഓം നമഃ ശിവായ എന്നൊക്കെ പറഞ്ഞ് പയ്യെ പയ്യെ കൈയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച്, അപ്പോൾ അവർക്ക് ഒരു ഇത് ആശ്വാസമായി. അപ്പോൾ ആ പുരുഷനായിട്ടുള്ള ആൾ അയാളുടെ കയ്യിൽ നിന്ന് 100 രൂപ എടുത്ത് എൻ്റെ കൈ തന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇത് കൊള്ളാലോ പരിപാടി, നമ്മൾ ചുമ്മാ ഒരു അനുഗ്രഹം കൊടുത്ത് പൈസ വാങ്ങുന്നു, അവരത് അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് തരുന്നു. അപ്പോൾ നമ്മളെ എന്തോ ആയിട്ട് കണ്ടതുകൊണ്ടാണല്ലോ അങ്ങനെ തരുന്നത്. അപ്പം ഞാൻ കുറച്ച് നാൾ ആ കാര്യം ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് ഇൻകം കിട്ടി, എനിക്ക് പോക്കറ്റ് മണി ഒക്കെ കിട്ടി. ഞാൻ അത് മോശമായിട്ടൊന്നും കണ്ടില്ല. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ പലപ്പോഴും തേർഡ് ജെൻഡർ എന്ന് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ തേർഡ് ജെൻഡർ എന്ന് പറയുമ്പോഴും അവിടെ സൊസൈറ്റി അതിനെ കാണുന്നത് വളരെ മോശമായിട്ടാണ്, ഒരു മൂന്നാംകിടയായിട്ട് എന്തോ വന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എന്ത് ടൈറ്റിൽ ഇട്ട് നമുക്ക് ഒരു ട്രാൻസ്ജെൻഡറിനെ റെസ്പെക്ട്ഫുള്ളി അഡ്രസ്സ് ചെയ്യാൻ പറ്റും? അല്ല, ഈ പദം തേർഡ് ജെൻഡർ എന്നുള്ളൊരു പദം വരുന്നത് 2014 അത് സുപ്രീം കോടതി വേർഡിക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അത് വിധി പുറപ്പെടുവിച്ച ജഡ്ജാണ് അതിനൊരു പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അതെന്ന് വെച്ചാൽ ഇപ്പം തേർഡ് എന്നുള്ളത് നമ്മളെ പറയുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. ഭരണഘടനയിൽ നമുക്ക് ഒരു വ്യക്തിനെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന കാര്യം നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. അതിലെങ്ങനെയാണ് സമത്വം ഉണ്ടാവുന്നില്ല, ഈ ഇക്വാലിറ്റി ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാം അതിപ്പോൾ ആണിനെ 1 പറയാം, പെണ്ണിനെ 2 പറയാം, നിങ്ങളെ 3 പറയാം.
അപ്പൊ ആണിന് ഒന്നെന്ന് പറയാനുണ്ടാവുന്ന ഇതിൽ ആരാ ഒന്നെന്ന് എനിക്ക് അറിയണല്ലോ. ഉം. ഇപ്പൊ എന്നെ തേർഡ് എന്ന് വിളിക്കുകയാണ് ആരെങ്കിലും, അപ്പൊ എനിക്ക് ഒന്നും രണ്ടും അറിയാൻ ആഗ്രഹമുണ്ട്, ആരാണ് അതില്, മെയിൽ ഓർ ഫീമെയിൽ. ഉം. ഇതിൽ മൂന്നാം സ്ഥാനത്ത് ഇരിക്കാനുള്ള ക്വാളിറ്റി എന്താണ്, അതിന്റെ യോഗ്യത എന്താണ്? ഉം.